അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ നാം എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. പല വിഷയങ്ങൾ റബ്ബിനോട് ചോദിക്കുന്നു. ദുനിയാവിൻ്റെ കാര്യം, ആഖിറത്തിൻ്റെ കാര്യം, നമ്മുടെ മരണത്തിൻ്റെ വിഷയം, നമ്മുടെ ഖബറിൻ്റെ വിഷയങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും റബ്ബിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. റബ്ബിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നതും. അപ്പോൾ എല്ലാ വിഷയങ്ങളും റബ്ബിനോട് നാം ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ദുആയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പല കാര്യങ്ങളും നാം ചെയ്തിരിക്കണം. അതുകൊണ്ട് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണേ. ഫജ്അൽ ഫീ ദുആഇക അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നിങ്ങളുടെ ദുആയിൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൊണ്ടുവരണം മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത്. ദുആഇന്റെ ആദ്യത്തിലുണ്ടാകണം, ദുആഇന്റെ മധ്യത്തിലുണ്ടാകണം, ദുആഇന്റെ അവസാനത്തിലുണ്ടാകണം. അങ്ങനെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണോ റബ്ബിനോട് ദുആരിക്കുക, തീർച്ചയായും ആ ദുആ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കും, അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാണ് മഹാന്മാർ പറയുന്നു. എന്തേ കാരണം? നിങ്ങൾ ദുആരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയില്ലേ, ആ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും പോലും ഒരു മുഅ്മിനിന്റെ ഭാഗത്തു നിന്ന് സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സ്വീകരിക്കൽ അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. ഒരിക്കലും അതിന് അള്ളാഹു തള്ളിക്കളയില്ല, അള്ളാഹു അതിനെ സ്വീകരിക്കാതിരിക്കില്ല. മുത്തുനബിയുടെ സ്വലാത്താണോ അത് ഒന്നാണെങ്കിലും അള്ളാഹു സ്വീകരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ദുആയിൽ ഉൾപ്പെടുത്തിയ സ്വലാത്തുകൾ അള്ളാഹു സ്വീകരിക്കുമ്പോൾ ചില ഭാഗങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും ചില ഭാഗങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയും അങ്ങനൊരു കാര്യം അള്ളാഹു ചെയ്യില്ല. അള്ളാഹു അർഹമുർ-റഹീമാണ്, അള്ളാഹു വലിയ കാരുണ്യമുള്ളവനാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ദുആയുടെ പകുതിയാകുന്ന സ്വലാത്തിന് അള്ളാഹു സ്വീകരിക്കുകയും നിങ്ങളുടെ ദുആഇന്റെ മറ്റുള്ള ഭാഗങ്ങൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയും അങ്ങനെ ഒരിക്കലും റബ്ബ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ഉൾപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കും. കാരണം സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടാണെന്ന് മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു വിഷയമാണ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ടാണല്ലോ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചത് മുത്തുനബിയുടെ പേരിൽ ധാരാളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ മുത്തുനബിയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിട്ടുള്ള ദുആ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ദുആയിലും മുത്തുനബിയുടെ സ്വലാത്തുകൾ ധാരാളമായി വരണം. എന്നാൽ തീർച്ചയായും ആ ദുആ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ഇനി മുതലെങ്കിലും നമ്മുടെ ദുആഇന്റെ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ധാരാളമായി സ്വലാത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുആകൾ ആകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.